ബസുക്കിലൊക്കെ ആണെങ്കിൽ കഥാപാത്രമാണല്ലോ. സാറിന് മലയാളം ഒഴിപ്പോട് സംസാരിക്കുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പൊ ആ ഘട്ടത്തിലൊക്കെ മമ്മൂക്കയുടെ ആ ഒരു സാന്നിധ്യം എത്രത്തോളം ഗുണം ചെയ്തു? ഡബിങ്ങിന്റെ കാര്യത്തിലൊക്കെ മമ്മൂക്ക അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഗുണം ചെയ്തു? അതോ അതായത് ഞാൻ കുറച്ച് കോൺഷ്യസ് ആവും. ഞാൻ ഇങ്ങനെ മലയാളത്തിൽ വീട്ടിൽ നിന്ന് സംസാരിക്കില്ല, അതുകൊണ്ട് കുറച്ച് കോൺഷ്യസ് ആണ്. പക്ഷെ ഡയലോഗ് എന്ന് പറയാൻ ബുദ്ധിമുട്ടില്ല. പുള്ളി സ്വന്തമായിട്ട് ഭാഷ ഉണ്ടാക്കി സംസാരിക്കുമ്പോഴും നമ്മളോട് സെറ്റിൽ സംസാരിക്കുമ്പോൾ നല്ല പച്ചമലയാളം പറയാം. നിങ്ങൾ ഇത്രയും പേര് മുഴുവൻ ഭയങ്കര മലയാളിക്കാരാണെന്ന് വെച്ച് പഠിച്ചിട്ടാണ്. ഞാൻ സാറിനടുത്ത് ഡയലോഗ്സ് ഒക്കെ സ്പോട്ടിൽ മലയാളത്തിലാണ് പറഞ്ഞത്. ആൻഡ് ബസൂക്കയിൽ എനിക്കൊരു നല്ല എക്സ്പീരിയൻസ്. അതിന് മുമ്പ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു, അതും ലൈവ് സൗണ്ട് ആയിരുന്നു, സിംഗ് സൗണ്ട് ആയിരുന്നു. ഇതിൽ സാറിൻ്റെ കൂടെ ആക്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു നെർവസ് ഉണ്ടായിരുന്നു. പക്ഷെ സാറ് ഇത് നോ പ്രോബ്ലം, ഡു ഇറ്റ് ലൈക്ക് ദിസ്. ആൻഡ് ഈ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ഒബ്ജക്ട്സിൻ്റെ സൗണ്ട്സ് വരാൻ പാടില്ല, അങ്ങനെ ഒരു ചെറിയൊരു അഡ്വൈസ് സാർ ഫസ്റ്റ് തന്നെ എനിക്ക് കൊടുത്തു. ആൻഡ് ഇറ്റ് വാസ് ഈസി ടു ആക്ട് വിത്ത് സാർ. ആൻഡ് ഡയലോഗ്സ് കൊടുത്താൽ ഞാൻ ഏത് ലാംഗ്വേജും ഞാൻ പറയും, അത് കുഴപ്പമില്ല. എൻ്റെ അനുഭവത്തിൽ ഞാൻ ആദ്യമായിട്ട് സിംഗ് സൗണ്ട് ചെയ്യുന്നൊരു പടം കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന് പറയുന്ന തമിഴ് പടമാണ്. പക്ഷെ അതിനകത്ത് മുഴുവനായിട്ടില്ല, ഒരു 40% ഉണ്ട്. ആ സിംഗ് സൗണ്ടിൻ്റെ സൗണ്ടാണ് സിനിമയിലുള്ളത്. പല നല്ല സീനുകളും. അതാണ് എൻ്റെ ഗുണവും.